അപ്പോൾ നമ്മളങ്ങനെ വ്യാഴാഴ്ചയായിട്ട് സൈക്കിളിൽ പള്ളിയിൽ പോവാണ്. രംഗീതിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന പള്ളിയിലേക്ക് ഏകദേശം 7 കിലോമീറ്ററാണ് ദൂരമുള്ളത്. കഴിഞ്ഞ ഓശാന ഞായറാഴ്ച ഞാൻ ഈ പള്ളിയിൽ വന്നിട്ടാണ് കുർബാനയും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഈ യാത്രയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ച നമ്മുടെ ഇൻസ്റ്റാ 360 കുറേ വിഷ്വൽസൊക്കെ എടുത്ത് നമ്മൾ അതും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വിഷ്വൽസൊക്കെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ക്യാമറ. വിശുദ്ധ ഫ്രാൻസിസ് അസസിയുടെ പേരിലാണ് ഈ ഒരു പള്ളി ഉള്ളത്. സിംഗപ്പൂരിലെ ബൂൺലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നാളെ ഇവിടെ ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ മലയാളത്തിൽ കുർബാനയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കയറി കുറച്ച് നേരം ആരാധനയിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് കുളിച്ച് എല്ലാവരുടെ ഒപ്പം നമ്മുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ഒപ്പം പെസഹാപ്പവും പാലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. സിംഗപ്പൂരിലെ ഒട്ടുമിക്ക റോഡുകളിലും സൈക്കിളിന് വേണ്ടി പ്രത്യേകം ട്രാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് സൈക്ലിംഗ് പരിപാടികളൊക്കെ നടത്താൻ പറ്റും. ഒരുപാട് ആളുകൾ സൈക്കിളൊക്കെ ചവിട്ടിയാണ് ജോലിക്കൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ രാത്രി ആയിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ റൂം ലക്ഷ്യമാക്കി സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ 360യുടെ ലോ ലൈറ്റിലെ വിഷ്വൽസൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത വിഷ്വൽസൊക്കെയാണ് ലോ ലൈറ്റിൽ നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാലും നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരുപാട് കിട്ടലും ഷോട്ടുകൾ ഇതിൻ്റെ അത് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് പീരീഡിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് പഠിച്ച് വരുന്നുള്ളൂ. ഒടുവിൽ എങ്ങനെ നമ്മൾ ഇവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 6:40 ഇവിടുന്ന് ഇറങ്ങിയത്. ഒരു 8:40 ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. 2 മണിക്കൂറാണ് നമുക്ക് ഒരു 14 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി സൈക്കിളൊക്കെ ചവിട്ടി തിരിച്ചു വന്ന് എങ്ങനെയുണ്ടായിരുന്നു സൈക്ലിങ്? ഞാൻ ഡെയിലി പോകുന്നത്, എനിക്ക് കുഴപ്പമില്ല, ഓക്കെ. പാലൊക്കെ കുടിച്ച് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പമൊക്കെ കഴിക്കണം. ഇവനൊക്കെ ആദ്യമായിട്ട് പെസഹാപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പോയി നോക്കട്ടെ, എന്നിട്ട് പറയാം. വർഷങ്ങൾക്ക് ശേഷം പെസഹാക്കി കുടുംബത്തിൻ്റെ ഒപ്പം ഏതെങ്കിലും കൂട്ടുകാരുടെ ഒപ്പം പെസഹ ആചരിച്ചിരിക്കുകയാണ്. പെസഹാപ്പവും പെസഹാപ്പാലൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.